ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അവക്കാഡോ ബനാന ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഞാലിപ്പൂവും പഴം 2 എടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള പഴമില്ലേ, ചെറുപഴമൊന്നും എന്താ അതിന് പറയണമെന്ന് ഓരോ നാട്ടിലും ഓരോന്നായിരിക്കും. പിന്നെ അവക്കാഡോ കട്ട് ചെയ്ത് നോക്കാൻ നല്ലതായിരിക്കുമെന്ന് വിചാരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ഇത് നമുക്ക് ഇതിൻ്റെ പുറമെ ഈ വെട്ടൊന്നും വീഴാതിരുന്നാലേ, നട്ട് കഴിഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിലുമൊക്കെ ഇത് വളർന്നു വരും. ഞാൻ എൻ്റെ വീട്ടിൽ, പണ്ടത്തെ എൻ്റെ തറവാട് വീട്ടിൽ നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങളത് ആ വീടൊക്കെ സെയിലാക്കി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ അത് കുറച്ച് കാലം എടുക്കുമല്ലോ ഇത് ഇതൊക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഞങ്ങളിങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വളർത്താൻ താല്പര്യമുള്ളവർ ഇതിനെ കളയാതെ നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഇത് കിട്ടും. നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്നത് നല്ല റേറ്റല്ലേ. ഇനി നമുക്കിതിനെ ഇങ്ങനെ അങ്ങോട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാം. തൊണ്ട് വീഴാത്ത രീതിയിൽ എടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇത് നമ്മുടെ അവക്കാഡോയും ബനാനയും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം പാല്, ഇതിപ്പോൾ 1/2 ലിറ്റർ പാലാണ്. ഫ്രോസൺ ചെയ്താണ്, സെമി ഫ്രോസൺ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ഹണി ചേർത്താലും മതി കേട്ടോ. മധുരം താല്പര്യമില്ലാത്തവർക്കാണെങ്കിലേ ഞാൻ ഈ ഒരളവിന് പഞ്ചസാര ഇടുന്നുണ്ട്. പിന്നെ ഇതേ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 10ൻ്റെ ഐസ്ക്രീമും കൂടെ ഇട്ട് കൊടുക്കുവാണേ. മധുരം താല്പര്യമില്ലാത്തവർക്ക് ഇതെല്ലാം സ്കിപ്പ് ചെയ്യാം. നമുക്ക് നല്ലതുപോലെ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇവിടെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള അവക്കാഡോ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പഴവും കൂടെയൊക്കെ ഇട്ട് അടിച്ചത് കാരണം നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക, സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. ഞാൻ ഇതിങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുന്നുണ്ട് മാത്രം കുറച്ച് ബൂസ്റ്റ് ബദാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. നമ്മുടെ നോൻപിനും ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഡ്രിങ്കാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.